ഈ വിഴിപ്പിനെയും ഈ കഴിവി തള്ളയും കൂട്ടി രായ്ക്ക് രാമാനം പെറുക്കി കെട്ടി പൊക്കോണെ വിടുന്നത്. വേണുഗോപനെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന്റെ പേരിൽ കുറെ നാൾ ജയിലിൽ കിടക്കേണ്ടി വന്നേക്കും. അവിടെ നിന്ന് ഇറങ്ങിയാലും പക്ഷെ ഞാൻ അവിടേക്ക് തന്നെ തിരിച്ചു ചെല്ലും. പുറത്തെടുക്കട്ടെ അയാൾ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം. അയാളുടെ ഗെയിം തീരുന്നിടത്ത് നിന്ന് നമ്മുടെ ഗെയിം തുടങ്ങാം. അധ്യാപികയുടെ ചോരൽ വടി മാറ്റിവെച്ച് ഒന്ന് സ്നേഹിച്ചു നോക്ക്. കൊടുക്കുന്നതിന്റെ 10 ഇരട്ടി തിരിച്ചു കിട്ടും. അവളായി അരവിന്ദാക്ഷനെ മുഖത്താക്കി ഇറക്കി വിട്ടത്. അറിയില്ല അവൾക്ക് ഈ അരവിന്ദാക്ഷനെ. വളയുന്നില്ലെങ്കിൽ ഊട്ടിക്കണം, തീർത്ത് കളയണം മൂന്നിനെയും. ഇത് ചെവിയല്ല, പ്രതിരോധമാണ് ഏത് ഗെയിമിന്റെയും ഏറ്റവും മികച്ച തന്ത്രം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അരവിന്ദാക്ഷന്റേത് വെറുമൊരു ഭീഷണിയല്ലെന്ന്. കൊന്ന് അറപ്പ് മാറിയ കയ്യ അരവിന്ദാക്ഷ സാറേ ഇത്. പെണ്ണുങ്ങളെന്നോ കുഞ്ഞുങ്ങളെന്നോ ഒന്നും തരംതിരിച്ച് കണ്ടിട്ടില്ല. പച്ച ചോരയുടെ ഗന്ധമായിരുന്നു ഈ സ്റ്റീഫന്റെ മൂക്കിന് പഥ്യം. ഭയന്ന് വിളിച്ചുള്ള നിലവിളികളും യാചനകളും ഈ കാതിന് പഥ്യം. പിടിച്ചു കെട്ടാൻ പറ്റാത്ത ചീറ്റപ്പുലിയെ പോലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒന്ന് വീണു. പിന്നീന്നായിരുന്നു വെട്ട്. കുതികാൽ നോക്കി കാല് പോയി എന്ന് കരുതിയതാ. പക്ഷെ ഡോക്ടർമാർ 2 or 3 തവണ കത്തി വച്ചപ്പോ അതിന് തിരിച്ചു കിട്ടി. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിന്റെ 90-ാം പക്കം പിന്നിൽ നിന്ന് വെട്ടിയവന്റെ കൈയും കാലും അരിഞ്ഞിടുമ്പോ ഇവൻ ഒറ്റ ഒരുത്തനെ മാത്രമേ സ്റ്റീഫൻ തുണയ്ക്ക് കൂട്ടിയുള്ളൂ. പക്ഷേ ഇപ്പൊ വയ്യ സാറേ, ഒരുപാടായി. അപ്പോ ഇത്രയും ദൂരം വരാൻ ഞാൻ അടിച്ച പെട്രോളിന്റെ കാശ് വെറുതെ പോയി. അങ്ങനെ അങ്ങ് നിരാശപ്പെട്ട് കളയല്ലേ അരവിന്ദാക്ഷ സാറേ. ഒരു പണി ഏൽപ്പിക്കാൻ സ്റ്റീഫനെ തേടി വന്നവരാരും നിരാശപ്പെട്ട് മടങ്ങേണ്ടി വന്നിട്ടില്ല. പല്ലിന്റെ മൂർച്ച ഇത്തിരി കുറഞ്ഞ പുലിയെ പൂച്ചയെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. സാറ് പറഞ്ഞ പണിക്ക് പറ്റിയ ഒരുത്തനുണ്ട്. കൈ വെട്ടാൻ പറഞ്ഞാൽ പോയി തല കൊയ്തിട്ട് വരുന്നവൻ. ആ നടുക്ക് നിൽക്കുന്നവൻ സിദ്ധാർത്ഥൻ. അവന്റെ വല സൈഡിൽ നിൽക്കുന്നത് അമ്മ, ഇട സൈഡിൽ നിൽക്കുന്നത് പെങ്ങൾ. ഇനിയൊരു കൊച്ചുമോളൂടുണ്ട്. പെൺവർഗത്തെ 3നെയും തീർത്തേക്കണം. ബാംഗ്ലൂരില് മാനസയുടെ ഏത് കൂട്ടുകാരിയാന്നാ പറഞ്ഞേ? മെർലിൻ. കുറെ വർഷം ഒരുമിച്ചുണ്ടായിരുന്നു ഞങ്ങൾ. ഇപ്പോ യുഎസിലാ. എല്ലാ വർഷവും അവള് ലീവിന് വരുമ്പോ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ഗെറ്റ് ടുഗദർ പതിവാ. എങ്കിലും മാരേജ് എടുത്തിരിക്കുമ്പോ ഇങ്ങനെ തിടുക്കപ്പെട്ടൊരു യാത്ര. യാത്രയ്ക്ക് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. എന്തുദ്ദേശം? ഒക്കെ വന്നിട്ട് പറയാമെന്ന് പറയാനേ ഇപ്പൊ നിവൃത്തിയുള്ളൂ. പക്ഷേ മറ്റൊരു കാര്യം, അത് സഫലമാകാൻ എനിക്ക് സിദ്ധാർത്ഥന്റെ പ്രാർത്ഥന കൂടിയേ തീരൂ.
പ്രാർത്ഥിക്കില്ലേ എനിക്ക് വേണ്ടി? ഇപ്പോ മാനസയ്ക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ ഞാൻ? ഏട്ടാ, ഏട്ടാ, ട്രെയിനിന് സമയമായി. ഐലൻഡ് എക്സ്പ്രസ് 30 മിനിറ്റ്സ് ലേറ്റ് ആണ് മോളെ. എന്നാലും പോയേക്കാം ഏട്ടാ. എന്നെയും ഡ്രോപ്പ് ചെയ്ത് ഏട്ടനാ വഴിക്കങ്ങ് പോവാലോ. എന്നാ നമുക്ക് ഇറങ്ങിയേക്കാം. പോയി വരട്ടെ ഏട്ടത്തി. സൂക്ഷിക്കണേ മോളെ. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് അമ്മേ. ഈ അമ്മയുടെ ഒരു കാര്യം, ഇത് എത്രാമത്തെ തവണ എന്നോട് ചോദിക്കുന്നത്? നിങ്ങളെന്താ ഇവിടെ? ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. ആർക്കും ഒരു സംശയം തോന്നണ്ടെന്ന് കരുതിയിട്ടാ മോളെ. കേറ് കേറ്, വാ. ഹോ, SP-യുടെ കണ്ണു വെട്ടിച്ചൊന്ന് മുങ്ങാൻ ഞാൻ പെട്ട പാട്. കേറ്. ഏട്ടനാണെങ്കിലും പോലീസല്ലേ, ആരെ നോക്കിയാലും ഉണ്ടാവും സംശയത്തിന്റെ ഒരു കണ്ണ്. ദേ ഇപ്പൊ തന്നെ വൈകി, നേരെ റെയിൽവേ സ്റ്റേഷൻ. പിടിച്ചിറക്കിക്കൊണ്ട് വേണം മൂന്നിനെ. ഇതാടാ ഇത് പൂട്ടിക്കിടക്ക. എടാ തല്ലി പൊടിക്ക് വാതിൽ ചെല്ലൊക്കെ ചേടാ. ആരാടത്? ഇവിടെ എങ്ങും ആരുമില്ല, അവര് മുങ്ങിന്നാ തോന്നുന്നേ. എന്തു പറ്റി നോക്കട്ടെ. മോളെ, എന്തു പറ്റിയത്? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി മാഡം. ഈശ്വരാ, എന്താ മോളെ? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി?
ഇനിയിപ്പോ എന്ത് ചെയ്യും? ട്രെയിൻ മിസ്സായ നമ്മൾ എത്തുമ്പോ പാതിരാത്രിയാവും. അയ്യോ, നമുക്കൊരു ഓട്ടോ വിളിച്ചാലോ? ഞങ്ങൾക്കൊരു ഓട്ടോ പിടിച്ചതാ. ഷേളിയാ? ഹലോ? അയ്യോ, അത് ശരിയാവോ ഷേളി? ഞാൻ വേറെ വല്ല സ്ഥലം നോക്കണോ? ആ, ഈ സമയത്തിന് മറ്റൊന്നും പറ്റില്ലല്ലോ. ഓക്കെ, ബൈ. എന്ത് പറ്റി മാനസേ? ഷേളിയുടെ പപ്പിക്കൊരു ആക്സിഡന്റ്. അവള് സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചു പോവാ. ഈശ്വര, കുഞ്ഞുമേ കുരുപോലെ ആയല്ലോ. നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നത്? ഫോർട്ട് കൊച്ചിയിൽ തന്നെ അവളുടെ ആന്റി ഉണ്ട്, മാർഗ്രറ്റ്. അവിടെ താമസിക്കാന്ന് അവള് പറയുന്നത്. ഞാനവരെ 2-3 വട്ടം കണ്ടിട്ടുണ്ട്. ഒരു മിസ്റ്റിക് ക്യാരക്ടർ. ചില സമയത്ത് വല്ലാതെ റഫായിട്ട് പെരുമാറും. മറ്റു ചില നേരത്ത് തോന്നും അവര് പരമസാധുവാണെന്ന്. തൽക്കാലം വേറൊരിടം കിട്ടുന്നത് വരെ 1-2 ദിവസത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോപുമോളെ അവരുടെ അടുത്തേക്ക് വിടരുത്. അതെന്താ? കുട്ടികളെ അവർക്ക് ഇഷ്ടമല്ല. 6 വയസ്സുള്ള സ്വന്തം മോളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ പില്ലോ മുഖത്തമർത്തി കൊല്ലാൻ ശ്രമിച്ചതാ അവർ. അയ്യോ, എന്റെ മോള്. അതെ, ഇയാൾ ഇവിടെ ഇരുന്ന് എന്തോ ചെയ്യുവാ? കിച്ചണിൽ വന്ന് എന്തൊരു സഹായിക്കണോ മനുഷ്യ? പണിയെടുക്കാതെ ഞാൻ വെട്ടി വിഴുങ്ങാന്ന് കരുതണ്ട. ഇയാളോടാ ചോദിച്ചേ, അവിടെ എന്തോ ചെയ്യുവാ? ഞാനിവിടെ ഒരു മരക്കഴുതയെ വരച്ചോണ്ടിരിക്കുക. ആ മരക്കഴുതയെ തന്നെ ഒഴുങ്ങി തിന്നോണോ ഉച്ചയ്ക്ക്? ഇയാള് ഇന്ന് ഞാൻ കുറുമ്പി പെണ്ണിന് എന്താ ഒഴുങ്ങി തിന്നട്ടെ ഈ മരക്കഴുതയെ ഞാൻ? നാണോ ഇല്ലല്ലോ ഓരോ പെണ്ണുങ്ങളുടെ പടം വരച്ചോണ്ടിരിക്കാൻ. ഒരു രാജാ രവിവർമ്മ ഇറങ്ങിയിരിക്കുന്നു. അതിങ്ങ് തന്നെ, ആ പടം താ. മനസ്സില്ലെങ്കിലോ? ഇതെന്ന് 1000 പീസാക്കും ഞാൻ. ട്രെയിൻ മിസ്സാവാതെ ഇവിടം വരെ എത്തി. ഇനി ഇവിടെ എങ്ങനെയാണോ ആവോ?
കേറി വാ. നിങ്ങൾ വല്ലതും കഴിച്ചതാണോ? ഞങ്ങൾ ഓൺ ദ വേ കഴിച്ചു. താഴെയുള്ള 2 ബെഡ്റൂം നിങ്ങൾക്കായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്റെ ബെഡ്റൂം മുകളിലാണ്. ഷേർലി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്റെ അനുവാദം ഇല്ലാതെ ആരും ഇവിടേക്ക് വരില്ല. മരണം പോലും. എന്താ മോളുടെ പേര്? എന്താ മോളുടെ പേര്? ഗോപിക. ഗോപിക മോൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. കുട്ടികൾ നന്നായി ഉറങ്ങണം. എന്നാ ഞാൻ ബെഡ്റൂമിലേക്ക് പോകട്ടെ. ഐ ഫീൽ സ്ലീപ്പ്. എന്താ ഹരി? എന്തോ ഒരു വല്ലായ്മ പോലെ. മാനസ് ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമായിരിക്കുമല്ലേ? ഈ സമയത്ത് അവളെ പോകാൻ അനുവദിച്ചതാരാ? ഹരി തന്നെയല്ലേ? എത്രയോ തവണ അവള് വീട് വിട്ട് നിന്നിരിക്കുന്നു. അന്നൊന്നും ഇല്ലാത്ത പോലെ ഇപ്പോ മനസ്സിന് എന്തോ ഒരു വിഷമം. എന്റെ മോളെ സ്നേഹിച്ച് മതിയായില്ല. ഇത് എന്റെ ഏട്ടനോ അച്ഛനോ അതോ അമ്മയോ? മോള് തന്നെ പറ. എന്റെ എല്ലാം. അച്ഛൻ പറഞ്ഞ അർജുനൻ പോയിട്ട് വിവരമൊന്നുമില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കായിരുന്നു. മണ്ടത്തരം പറയില്ലേ വേണു? ഫോൺ കോളൊക്കെ എവിഡൻസാ. അടി വരുന്നിടത്ത് ചെകിട് വെച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീ എന്തിനാ ഈ നേരത്തെ ഇങ്ങോട്ട് കയറി വന്നത്? പേടിക്കേണ്ട അരവിന്ദാക്ഷൻ സാറേ, പണിയൊന്നും നടന്നില്ല. നടന്നില്ലെന്നോ? എന്ന് വെച്ചാ നമ്മക്ക് ഇങ്ങോട്ട് തിരിച്ചൊരു പണി കിട്ടി. അവരവിടുന്ന് മുങ്ങിയെന്നോ? സാർ ഇവിടെ കളി തുടങ്ങുന്നതിന് മുമ്പ് സൂപ്പർ പവറുള്ള മറ്റേതോ ബ്രെയിന്റെ കളി തുടങ്ങിയെന്ന്. മുങ്ങിയതാണെങ്കിലും മുക്കിയതാണെങ്കിലും ആ നാശങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാവായിരുന്ന മതി. അത്രയും സമാധാനം. അതൊരു നല്ല ലക്ഷണമല്ലല്ലോ മോനെ. 25 ലക്ഷം രൂപ അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തവനാ ഞാൻ. അത് തട്ടി എറിഞ്ഞ് പെട്ടെന്നൊരു നിമിഷം അവർ അപ്രത്യക്ഷമാകണമെങ്കിൽ അത് കൂടുതൽ ശക്തിയോടുള്ള ഒരു മടങ്ങി വരവിന് വേണ്ടിയാണ്. അച്ഛൻ വെറുതെ പിന്നെ പേടിപ്പിക്കില്ലേ? പേടിക്കണം മോനെ, നന്നായി പേടിക്കണം.
ആ മൂന്നെണ്ണ ഈ ഭൂമിക്കും ഇതേ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് മനസമാധാനം ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പ്ലാൻ? എന്ത് ചെയ്യണമെന്ന് അർജുനൻ പറയട്ടെ. ഈ ഭൂമിയിലെന്നല്ല, ഇനി ചൊവ്വേ പോയി ഒളിച്ചിരുന്നാലും തൂക്കിയെടുത്തിരിക്കും ഈ അർജുൻ.